നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു പോയേക്കാം. അടുത്ത കളി വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് അർഹിക്കുന്നില്ല, UCL മുന്നോട്ട് പോകുന്നത് അർഹിക്കുന്നില്ല തുറന്ന് സമ്മതിക്കുകയാണ് പെപ് ഗാർഡിയോള. ഇന്നലെ PSG 2 ഗോളിൻ്റെ ലീഡുണ്ടായിട്ട് ആ 2 ഗോൾ ലീഡ് നശിപ്പിച്ച് തോറ്റു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ ഞെട്ടലിലാണ്. പെപ് ഗാർഡിയോള കളിക്ക് ശേഷം പറയുന്നു, ഞങ്ങൾ പുറത്തു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല, ഞങ്ങളത് അർഹിക്കുന്നില്ല എന്ന്. ഈ സീസണിലിപ്പോൾ സിറ്റി യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ 25ാം സ്ഥാനത്താണ്. ഒരു റൗണ്ട് കളിയേ ബാക്കിയുള്ളൂ. 24 പിടിച്ചെങ്കിലേ പ്ലേ ഓഫെങ്കിലും കിട്ടുകയുള്ളൂ. സോ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. ഈ സീസണിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഔട്ട്സൈഡ് ഓഫ് ദി ക്വാളിഫയിങ് സോണിൽ അവർ വീഴാനുള്ള കാരണം എന്താ? 7 മത്സരങ്ങൾ കളിച്ചിട്ട് ജയിച്ചത് 2 കളികളാണ്. അത് തന്നെയാണ് അവർക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയായത്. 2 കളികൾ വിജയിച്ച സിറ്റി 2 കളികളിൽ നിന്ന് അവർ സമനില, 3 കളികൾ അവർ തോൽക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വിന്നിംഗ് പെർസെൻറ്റേജ് വെറും 38%. 15 ഗോളുകൾ അടിച്ചത് 13 തിരിച്ച് വാങ്ങുകയും ചെയ്തു. 27 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ 19 അവർ മിസ് ചെയ്തു. 20 ബിഗ് ചാൻസുകൾ എതിരാളികൾ അവർക്കെതിരെ ഉണ്ടാക്കി. 8.7 ഷോട്ട് ഓൺ ഗോൾസാണ് പെർ ഗെയിം അവരെടുത്തിട്ടുള്ളത്. സോ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായ രൂപത്തിലുള്ളൊരു പെർഫോമൻസ് അല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ അവർ അനുഭവിക്കുന്നു. പെപ് ഗാർഡിയോള ഇന്നലെ കളിക്ക് ശേഷം PSG തോറ്റ ശേഷം പറയുകയാണ്, ഞങ്ങൾ ഒരു പക്ഷേ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു പോയേക്കാം, അത് സംഭവിച്ചേക്കാം. ക്ലബ് ബ്രൂഗയ്ക്കെതിരെ ഞങ്ങൾ വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകാൻ അർഹിക്കുന്നില്ല. സ്പോർട്ടിങ്ങിനോട് ഞങ്ങൾ തോറ്റു ഒരു ഘട്ടത്തിൽ. ചില മൊമെൻറ്റുകളിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ PSG തോറ്റത് അങ്ങനെയല്ല. PSG ടഫായിട്ടുള്ള ടീമാണ്. യുവൻറ്റസും ടഫായ ടീമാണ്. അപ്പോൾ എല്ലാ ഗെയിമുകളും സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള പോയിൻറ്റുകൾ ലഭിച്ചില്ല. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ മത്സരം, ഇനിയിപ്പം അടുത്ത മത്സരം ക്ലബ് ബ്രൂഗയ്ക്കെതിരെയുള്ള അവസാന മത്സരം, അത് ഞങ്ങൾക്ക് മികച്ച രൂപത്തിൽ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവസരമാണ്. നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം എൻ്റെ പ്ലെയേഴ്സ് എല്ലാം സമർപ്പിച്ചാണ് കളിക്കുന്നതെന്ന്. എനിക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർക്ക് നല്ല രൂപത്തിൽ ട്രൈ ചെയ്യണമെന്നുണ്ട്. അവരത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ കൂടുതൽ ബെറ്റർ ആവേണ്ടതുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുകൂടി പെപ് ഗാർഡിയോള പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.